Hello students, alternating series definition, alternating series test in the statement video statement repeat let z equal to zn be a decreasing sequence of strictly positive numbers with the limit zn equal to 0. Zn ellam positive aanu adu form cheyuna alternating series alla minus 1 whole raised to n plus 1 കൊണ്ട് multiply ചെയ്യുമ്പോൾ sigma minus 1 whole raised to n plus 1 zn ഈ കണ്ടീഷനിൽ കൺവെർജന്റ് ആയിരിക്കും എന്നുള്ളതാണ് alternating series ടെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രൂഫ് മെത്തേഡ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നു എന്നുള്ള പ്രൂഫിലാണ്. അത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഡ് വേവിന് ആകുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് ചെയ്യുക. S1 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. S1 എന്തായിരിക്കും? Z1 ആയിരിക്കും. S2 ആകുമ്പോൾ എന്തായിരിക്കും? S2 ഈക്വൽ ടു Z1 മൈനസ് Z2 എന്നായിരിക്കും നമ്മൾ സീരീസിന്റെ സം എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തെ ടേം നെഗറ്റീവ്. S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ടേംസിന്റെ സം Z1 മൈനസ് Z2 പ്ലസ് Z3 എന്നായിരിക്കും. S4 ഈക്വൽ ടു Z1 മൈനസ് Z2 പ്ലസ് Z3 മൈനസ് Z4 എന്നായിരിക്കും, എക്സെട്ര. ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. Therefore we can write S2n. S2n ആണെങ്കിൽ എന്ത് എഴുതും? S2n ഈക്വൽ ടു Z1 മൈനസ് Z2 പ്ലസ് Z3 മൈനസ് Z4 പ്ലസ് എക്സെട്ര. 2n അത് എഴുതുന്നത്. അപ്പോൾ S2n Z2n അത് എഴുതുന്നത്. 2n എന്ന് പറഞ്ഞാൽ 2n എന്ന് എഴുതിക്കുന്നതുകൊണ്ട് തന്നെ 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ഈവൻ ആണ്. അപ്പോൾ അവിടെ എല്ലാം നെഗറ്റീവ് ആണ് കാണുക. അപ്പോൾ മൈനസ് Z2n എന്ന് നമുക്ക് എഴുതാം. അതിന് മുമ്പുള്ള എന്തായിരിക്കും? Z2n മൈനസ് 1 ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. Z2n മൈനസ് 1 മൈനസ് Z2n എന്ന് എഴുതാം. ഇതിനെ ഇങ്ങനെ കാണുക: Z1 മൈനസ് Z2, Z3 മൈനസ് Z4 പ്ലസ് എക്സെട്ര Z2n മൈനസ് Z2n എന്ന് കാണുക. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? Zn ഡിക്രീസിങ്. Zn ഡിക്രീസിങ് ആണ്. അപ്പോൾ Z2 എന്ന് പറയുന്നത് Z1നേക്കാളും ചെറുതാണ്, ഇത് പോസിറ്റീവ് ആണ്. Z4 Z3 കഴിഞ്ഞിട്ട് വരുന്നതാണ്, Zn ഡിക്രീസിങ് ആണ്, ഇത് പോസിറ്റീവ്. നമ്മൾ ഓരോ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പോസിറ്റീവ് ആണ്. S2n ഇനി അടുത്ത് പറഞ്ഞ S2n പ്ലസ് 2 എഴുതിയാൽ ഇതുപോലെ ഒരു ബ്രാക്കറ്റും കൂടെ വരിക, അത് പോസിറ്റീവ് ആയിരിക്കും. അതിനർത്ഥം എന്താ? S2 ഇത് S4 ആയപ്പം അതിൻ്റെ കൂടെ ഇത്രയും കൂടെ പോസിറ്റീവ് ക്വാണ്ടിറ്റി ചേർന്നു. അപ്പോൾ S2n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബ്രാക്കറ്റാണ് ചേരാൻ പോകുന്നത്, അത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് S2n ഈസ് ഇൻക്രീസിങ്. S2n എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഈസ് ഇൻക്രീസിങ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ സീക്വൻസിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ട് കാണും, മൊണോട്ടോൺ കൺവെർജൻസ് തിയറം ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. S2n എന്ന് പറയുന്ന സീക്വൻസ് ആണ് സീരീസിന് വേണ്ടി നമ്മളിപ്പോൾ പരിഗണിക്കുക, സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ്. ഇതിപ്പോൾ മൊണോട്ടോൺ ആയി, ഇൻക്രീസിങ് എന്ന് പറഞ്ഞപ്പോൾ ഇത് മൊണോട്ടോൺ ആയി. ഇനി ഇത് ബൗണ്ടഡ് എന്നും കൂടെ പറഞ്ഞാൽ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിച്ച്, പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ S2n ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണെങ്കിൽ S2n ഞാനിനി ഇങ്ങനെ എഴുതുന്നു: Z1 മൈനസ് Z2 പ്ലസ് Z3 ക്യാൻ ബി റിട്ടൺ as Z2 മൈനസ് Z3യുടെ നെഗറ്റീവ്, മൈനസ് ഓഫ് Z2 മൈനസ് Z3. അടുത്തത് മൈനസ് Z4 പ്ലസ് Z5 മൈനസ് ഓഫ് Z4 മൈനസ് Z5 എന്ന് എഴുതാം. മൈനസ് എക്സെട്ര. അവസാനത്തെ എങ്ങനെ എഴുതും? മൈനസ് ഓഫ് Z2n മൈനസ് 1. Z2n അവിടെ മൈനസ് ആയിട്ട് നിൽക്കും, മൈനസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. 2n മൈനസ് 2 ആകുമ്പോൾ മൈനസ് Z2 ഇവിടെ ഒരെണ്ണമുണ്ട്, മൈനസ് Z2n മൈനസ് 2. അത് Z2n പ്ലസ് 1 ആയിട്ട് ചേർത്ത് മൈനസ് ഓഫ് Z2n മൈനസ് 2 മൈനസ് Z2n മൈനസ് 1 എന്ന് നമ്മൾ എഴുതും. പിന്നെ എന്താ? പിന്നെ ഇതിനെ മൈനസ് Z2n എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതുന്നു. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് Z2 മൈനസ് Z3, Z2 കഴിഞ്ഞിട്ട് വരുന്ന ടേമാണ് Z3. Zn ഡിക്രീസിങ്, Znകൾ ഡിക്രീസിങ് ആണ്. അപ്പോൾ Z2നേക്കാളും ചെറുതാണ് Z3. ദിസ് വിൽ ബി പോസിറ്റീവ്. Z4 minus Z5 positive. Similarly, all the brackets are positive. ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് പോസിറ്റീവ്, പക്ഷെ നമ്മൾ ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യുകയാണ്. Z1ൽ നിന്ന് ഈ പോസിറ്റീവ് ക്വാണ്ടിറ്റി
ഈ പോസിറ്റീവ് ക്വാണ്ടിറ്റി എക്സെട്ര അതെല്ലാം സബ്ട്രാക്ട് ചെയ്തു. Z2n ഓൾസോ പോസിറ്റീവ്. Z1ൽ നിന്ന് ഇത്രയും സബ്ട്രാക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. എല്ലാ S2nലും അതായത് S2ലാണെങ്കിൽ Z1ൽ നിന്ന് Z2 സബ്ട്രാക്ട് ചെയ്തു, S4ലാണെങ്കിൽ Z1ൽ നിന്ന് Z2 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ ഇത്രയും കൂടെ Z3 മൈനസ് Z4 എന്ന് പറയുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റിയും കൂടെ സബ്ട്രാക്ട് ചെയ്തു. അതിനർത്ഥം എന്താ? S2n കിട്ടിയത് Z1ൽ നിന്ന് പിന്നെയും കുറയുവാണ്. ഏത് S2n എടുത്താലും Z1ൽ നിന്ന് പിന്നെയും കുറെ സബ്ട്രാക്ഷൻസ് നടന്നു. അപ്പോൾ S2നും Z1നും തമ്മിലുള്ള ബന്ധം എന്താ? Z1ൽ നിന്ന് സബ്ട്രാക്ഷൻ നടന്നു കഴിഞ്ഞാലാണ് S2n കിട്ടുക. പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് S2n എടുത്താലും Z1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ ഓൾ n എലമെന്റ് ഓഫ് n S2n ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z1. അപ്പോൾ സീരീസിന്റെ ആദ്യത്തെ ടേമിനേക്കാളും ചെറുതാണ് sequence of partial sums C1 വന്നതല്ല. S2n less than or equal to Zn implies sequence S2n of partial sums S2n ഇവനെ പരിഗണിച്ചുള്ളൂ is bounded above. bounded increasing ആണ്, അപ്പോൾ bounded above മതി. increasing ആണ് S2n കൂടി S2n ആണ്, Zn അല്ല. Zn അതിന്റെ കറസ്പോണ്ടിങ് സീരീസിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് ടൈംസ് എടുത്താണ്. S2n നമ്മുടെ സീരീസിന്റെ sequence of partial sums ആണ്. sequence of partial sums of the series convergent ആണെങ്കിലാണ് നമ്മൾ സീരീസ് കൺവേർജന്റ് എന്ന് പറയാ. അപ്പോൾ S2nകൾ ഇവനെ എടുത്തുള്ളൂ, മൊണോട്ടോൺ ആണ്, ബൗണ്ടഡ് ആണ്. therefore S2n convergent. monotone convergence theorem. monotone convergence theorem ഞാൻ നേരത്തെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. monotone convergence theorem S2n convergent ആണെന്ന് കിട്ടി. അപ്പോൾ ഈവനാണ് കൺവേർജന്റ് ആണ്. ആൻഡ് ലെറ്റ് us assume that കൺവേർജന്റ് ആണ്, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. S2nകൾ കൺവേർജ് ചെയ്യുന്നത് S2n ആയതുകൊണ്ട് S എന്ന് വിളിക്കാം, S-ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. then we prove that S2n plus 1 ഇപ്പോൾ നമ്മളെടുത്ത് തന്നെ ഇതേ എടുത്തുള്ളൂ, S2 S4 എക്സെട്ര എടുത്തുള്ളൂ. ഇനി ഓഡ് പാർഷ്യൽ സംസ് എടുക്കണം. ഓഡ് പാർഷ്യൽ സംസ് S1 S3 എക്സെട്ര അത് എഴുതാൻ നമുക്ക് ഈ നൊട്ടേഷൻ ഉപയോഗിക്കാം. S2n plus 1 ഓൾസോ കൺവേർജ് ടു S. ഇത് S-ലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. കൺവേർജൻസിന് നിങ്ങൾ സീക്വൻസ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. therefore we let epsilon greater than 0. then you have to find a number k such that എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? S-ലേക്ക്. മോഡുലസ് ഓഫ് S2n plus 1 മൈനസ് S ലെസ് ദാൻ S-ലേക്ക് കൺവേർജ് ചെയ്യുന്നു. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ S2n plus 1ഉം S-ന് വളരെ അടുത്താണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര ചെറിയ നമ്പർ തന്നാലും S2n plus 1ഉം S തമ്മിലുള്ള ഡിഫറൻസ് അതിനേക്കാളും താഴെയാക്കാൻ പറ്റും. അതാണ് കൺവേർജൻസിന്റെ ഐഡിയ. വളരെ അടുത്താണ്, അപ്പോൾ എത്ര ചെറിയ നമ്പർ തന്നാലും ലിമിറ്റ് എന്ന് പറയുന്ന S-ഉമായിട്ട് ഇതിനുള്ള ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും ഏത് തന്നാലും. അത് S2n plus 1ന് നമ്മൾ പ്രൂവ് ചെയ്താലേ S2n plus 1 S-ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയത്തുള്ളൂ. പക്ഷെ ഇതേ കാര്യം S2n-നുണ്ട്. S2n കൺവേർജസ് ടു S. S2n കൺവേർജസ് ടു S എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നു, അപ്പോൾ epsilon/2 ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എടുക്കാം. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നാൽ epsilon/2 ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എടുക്കാം. ഇവിടെ കൺവേർജൻസ് ഉണ്ട്. ഈവൻ പാർഷ്യൽ സംസ് S-ലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ചെറിയ നമ്പർ തന്നാലും there exists a സ്റ്റേജിനെ K1 എന്ന് നിങ്ങൾ വേണമെങ്കിൽ അങ്ങ് ഫിക്സ് ചെയ്തു. there exists a K1 such that modulus of S2n converges to S എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞു. modulus of S2n minus S less than എപ്സിലോൺ എടുക്കാം, അതിന് പകരം epsilon/2 എടുക്കാം. 1 വേണമെങ്കിൽ എപ്സിലോൺ ആയിട്ട് എടുക്കാം, 1/2 വേണമെങ്കിൽ എപ്സിലോൺ ആയിട്ട് എടുക്കാം, 1/4 വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളുടെ ഇവിടത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ആവശ്യത്തിൽ നമുക്ക് 2 എണ്ണം വരും. അപ്പോൾ 2 epsilon/2 ചേർത്ത് ഇവിടെ എപ്സിലോണിനേക്കാളും താഴെയാണ്, ഇവിടെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ, ഇവിടെ S2n plus 1. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. S2n minus S less than epsilon for all n greater than or equal to K1. സ്റ്റേജ് K1 കഴിഞ്ഞാൽ S2n minus S epsilon/2ലേക്കാളും ചെറുതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം S ആണ് ലിമിറ്റ്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് മുഴുവൻ ടേംസും അതിനോട് വളരെ അടുത്താണ്. അപ്പോൾ ഏത് നമ്പർ വന്നാലും അതിലും താഴെ നമുക്ക് ഡിഫറൻസ് ആക്കാൻ പറ്റും. വേറൊരു കാര്യമുള്ളത്, നമുക്ക് വന്നിരിക്കുന്നത് ലിമിറ്റ് Zn ഈക്വൽ ടു 0 എന്നാണ്. ലിമിറ്റ് Zn ഈക്വൽ ടു 0. n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Zn-ന്റെ വാല്യൂ 0യോട് അടുത്താണ്, 0യോട് വളരെ അടുത്താണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം വരെ ഇതാണ് Z2n plus 1. n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി
n tends to 0 means z2n plus 1 also tends to 0. അപ്പോൾ എത്ര ചെറിയ നമ്പർ തന്നാലും എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ 0 തന്നാൽ മോഡുലസ് ഓഫ് z2n പ്ലസ് 1 മൈനസ് 0യിലേക്ക് പോകുന്ന ലിമിറ്റ് 0 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് നമുക്ക് എഴുതാം. പക്ഷേ z2n പ്ലസ് 1 അല്ല, zn is a decreasing sequence of strictly positive. ഇതെല്ലാം പോസിറ്റീവാണ്. ഇതെല്ലാം പോസിറ്റീവാണ്, ഇതിന്റെ മോഡുലസ് എഴുതുന്നതിൽ അർത്ഥമില്ല. ഈ കുറച്ചത് 0യുമാണ്. അപ്പോൾ z2n പ്ലസ് 1 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മുമ്പത്തെ ഈ കണ്ട സ്റ്റേജ് ആവണമെന്നില്ല, k2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ k1ന്റെയും k2ന്റെയും മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഒരേ സമയം ഇത് 100ാമത്തെ സ്റ്റേജ് തുടങ്ങിയും ഇത് 200ാമത്തെ സ്റ്റേജ് തുടങ്ങിയും ശരിയാണെങ്കിൽ 200 തുടങ്ങിയെടുത്താൽ നമുക്ക് ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. 200 തന്നെ മാക്സിമം ഓഫ് k1 ആൻഡ് k2. ടേക്ക് മാക്സിമം ഓഫ് k1 ആൻഡ് k2 ടു ഒബ്റ്റെയിൻ ബോത്ത് റിസൾട്ട് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഇവിടെ ആവശ്യം വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും നോക്കുക. s2n പ്ലസ് 1 മൈനസ് s ആണ് നമുക്ക് ചെറുതാണ് എന്ന് പറയുന്നത്. s2n പ്ലസ് 1ഉം s2n കൺവേർജ് ചെയ്ത് എസിലേക്ക് തന്നെ പോകുന്നു. കൺവേർജൻസിന്റെ ഐഡിയ നിങ്ങൾക്ക് അറിയാം. പോകണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര ചെറിയ നമ്പർ തന്നാലും അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ എത്ര ചെറിയ നമ്പർ ആട്ടെ എപ്സിലോൺ. നമ്മൾ ആ നൊട്ടേഷൻ അങ്ങനെ എടുക്കും. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ദെൻ s2n ലിമിറ്റ് തന്നെയാണ് s തന്നെയാണ് ഇതിന്റെ ലിമിറ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ ഡിഫറൻസ് നോക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് എന്നല്ല, അകത്തുള്ള കാര്യം നമ്മൾ എഴുതുവാണ്. s2n പ്ലസ് 1 എന്ന് പറയുന്നത് എന്നതാ? s2n പ്ലസ് 1 എന്ന് പറയുന്നത് z1 മൈനസ് z2 പ്ലസ് z3 പ്ലസ് എക്സെട്ര z2n പ്ലസ് 1ൽ അതിരുന്നത്. z2n പ്ലസ് 1 തൊട്ട് മുമ്പ് z2n എന്ന് പറഞ്ഞാൽ s2n വരെയുള്ള സമ്മ. അപ്പൊ s2n കൂടെ എന്താ z2n പ്ലസ് 1 ഓടാകുമ്പോൾ പോസിറ്റീവാ. z1 z3 ഒക്കെ പോസിറ്റീവാ. ഈവൻ ആകുമ്പോഴാണ് നെഗറ്റീവ് വരിക. അപ്പോൾ 2n പ്ലസ് 1 ആയതുകൊണ്ട് z2n പ്ലസ് 1 ആയതുകൊണ്ട് അത് ആഡ് ചെയ്യുവാണ് വേണ്ടത് നമ്മുടെ ഒറിജിനൽ ആൾട്ടർനേറ്റിംഗ് സീരീസിൽ. ആൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ആദ്യത്തെ 2n പ്ലസ് 1 ടേംസിന്റെ സമ്മാണ് s2n പ്ലസ് 1 എന്ന് പറയുന്നത്. ആദ്യത്തെ 2n പ്ലസ് 1 ടേംസിന്റെ സമ്മ z1 മൈനസ് z2 പ്ലസ് z3 മൈനസ് എക്സെട്ര. ലാസ്റ്റ് എഴുതുന്ന z2n പ്ലസ് 1 ഓഡ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അതിന് മുമ്പിലത്തത് മൈനസ് z2n ആയിരിക്കും. അതിന് മുമ്പിലത്തത് പ്ലസ് z2n മൈനസ് 1 ആയിരിക്കും. z2n മൈനസ് 1 മൈനസ് z2n ഇതുവരെയുള്ളത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് s2n ആണ്, തൊട്ട് മുമ്പ് എഴുതിയതുള്ളൂ. s2n കൂടെ z2n പ്ലസ് 1 കൂടെ ചേർത്ത് s2n പ്ലസ് 1 ആയി മൈനസ് s എന്നാണ്. ഇത് s2n പ്ലസ് 1 തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും മൈനസ് s എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. s2n മൈനസ് s നമുക്ക് മുമ്പ് റിസൾട്ട് ഉള്ളതാണ്. പ്ലസ് z2n പ്ലസ് 1 എന്ന് എഴുതുകയാണ്. ഇത് മോഡുലസ് ഓഫ് a പ്ലസ് ബി ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a s2n മൈനസ് s പ്ലസ് മോഡുലസ് ഓഫ് b z2n പ്ലസ് 1 z2n പ്ലസ് 1. ഇതിന് മോഡുലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? s2n മൈനസ് s ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും ഇല്ല. ആസ് s2n converges to s, it can be made less than any positive small number after a certain stage. അത് k1 തുടങ്ങിയാണ് എന്ന് വിചാരിക്കുക. z2n plus 1 has limit to 0, therefore it can be made very small, smaller than epsilon by 2 after a stage k2. ഇതുപോലെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. If we take k equal to maximum of k1 k2, we get given epsilon greater than 0 modulus of s2n plus 1 minus s is less than, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന എപ്സിലോൺ. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എത്ര ചെറിയ നമ്പർ തന്നാലും അതിനേക്കാൾ താഴെയാണെന്ന് കാണിക്കും. ഇപ്പൊ ഇവിടെ 1 തന്നാൽ അതിൽ താഴെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താ അതുണ്ടാകുക. അപ്പോൾ അതിനെ നമുക്ക് 1/2 1/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെയും ഏത് നമ്പറിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇത് 1/2 താഴെ, ഇത് 1/2 താഴെയാന്ന് പറഞ്ഞാൽ നമുക്കിത് സം 1ൽ താഴെയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മറ്റേ രണ്ട് ഇനിക്വാളിറ്റീസും ശരിയാകണം. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 ആൻഡ് k2. നമ്മൾ തിയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, there exists a stage k because s2n converges to s and limit is at n equal to 0 such that even epsilon greater than 0 modulus of s2n plus 1 minus s is less than epsilon.
അങ്ങനെ ഈവൻ പാർഷ്യൽ സംസ് ആണെങ്കിലും ഓഡ് പാർഷ്യൽ സംസ് ആണെങ്കിലും രണ്ടും ഒരേ പോയിന്റ് എസിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജന്റ് ആണ്. ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും കൺവേർജന്റ് ആണ്. അതുകൊണ്ട്